ഓം നമ ശിവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സ്വാഗതം. ശിവം എന്നാൽ മംഗളം എന്നാണ് അർത്ഥം. സത്യവും ശിവവും സുന്ദരവും ആണല്ലോ പരബ്രഹ്മം അഥവാ ഈശ്വരൻ. ഈ ലോകത്ത് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈശ്വരൻ്റെ ആ ലീലാവിലാസങ്ങളാണ്. എങ്കിലും ജനനം, ജീവിതം, മരണം എന്ന് എല്ലാ ജീവികൾക്കും ഉണ്ടാവുന്ന 3 അവസ്ഥകൾക്ക് നിയമകരമായി ഈശ്വരൻ്റെ മുന്നിൽ 3 ശക്തികളെ പൗരാണികർ പേരിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. സൃഷ്ടികർത്താവിനെ ബ്രഹ്മാവെന്നും, സ്ഥിതികർത്താവിനെ വിഷ്ണു എന്നും, സംഹാരകർത്താവിനെ ശിവൻ എന്നും പറയുന്നു. ഒരേ ഒരു അദൃശ്യ ശക്തി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കൂടുതൽ ചിന്തിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കാലൻ്റെ പോലും കാലനായ പരമേശ്വരൻ അറിയാതെ ഒന്നും തന്നെ ഈ ഭൂമിയിൽ നടക്കുകയില്ല. പ്രപഞ്ചരൂപിയാണ് പരമേശ്വരൻ. വ്യോമമാണ് കേശങ്ങൾ. ആ ജടയിൽ ഗംഗാനദി, ആകാശഗംഗ വസിക്കുന്നു. ദിവ്യജലം, മഴമേഘങ്ങൾ വർഷിക്കുന്നത് അവിടെ നിന്നാണ്. ഭഗവാന്റെ ജടയിൽ ചന്ദ്രനുണ്ട്. അതാണ് നാം ആകാശത്തിൽ കാണുന്നത്. അഷ്ടമൂർത്തിയായ പരമേശ്വരൻ്റെ രൂപങ്ങളാണ് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ചന്ദ്രൻ, സൂര്യൻ, ആത്മാവ് അതായത് ജീവൻ എന്നിവ 8. ശിവനില്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് ഇതിൽ നിന്നും നമ്മൾക്ക് വ്യക്തമാണ്. വൃഷഭമാണ് അദ്ദേഹത്തിൻ്റെ വാഹനം. ആ വൃഷഭത്തിൻ്റെ പേര് നന്ദി എന്നാണ്. ആ വൃഷഭത്തിന് കാള എന്നും ധർമ്മമെന്നും അർത്ഥമുണ്ട്. ധർമ്മത്തിന്മേലാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത് എന്ന വസ്തുത പ്രതീകാത്മകമായി ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ ശിവൻ കാളപ്പുറത്ത് സഞ്ചരിക്കുന്നു എന്നായി ഒരു കൂട്ടർ. ഇപ്രകാരം പ്രപഞ്ചരൂപിയായി, ജീവജാലങ്ങളുടെ ജീവനായി ധർമ്മോപരി വിലസുന്ന ഈശ്വര ചൈതന്യത്തെ പ്രീതിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ധർമ്മത്തിൽ ഉറച്ച് ജീവിക്കുക, അധർമ്മങ്ങൾ ചെയ്യാതെ ഇരിക്കുക. കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവ പോലും പരിഹരിക്കത്തക്ക ധർമാധിഷ്ഠിതമായി ജീവിക്കുക. തെറ്റുപറ്റാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എങ്കിലും തെറ്റുകൾ മനസ്സിലാക്കി പ്രായശ്ചിത്തം ചെയ്ത് മുന്നോട്ട് ധർമാനുസൃതമായി ജീവിക്കുക. അതുകൂടാതെ കഴിവിനനുസരിച്ച് വ്രതങ്ങൾ എടുക്കുന്നതും, ശിവക്ഷേത്രങ്ങളിൽ കൂവളത്തില കൊണ്ടുള്ള മാല അർപ്പിക്കുന്നതും, ഭസ്മമോ രുദ്രാക്ഷമോ ധരിക്കുന്നതും, നമഃ ശിവായ എന്ന് ഉരുവിടുന്നതും ഒക്കെ വളരെ വളരെ നല്ലതാണ്. പുരാതന കാലങ്ങളിൽ നടന്ന പല പല അനുഭവ കഥകൾ ശിവപുരാണത്തിൽ നമ്മൾക്ക് വായിക്കാൻ കഴിയും. ക്ഷിപ്രപ്രസാദിയായ പരമേശ്വരൻ്റെ അത്ഭുത അനുഗ്രഹ കഥകൾ നമ്മൾക്ക് വായിക്കാൻ സാധിക്കും. എത്രയെത്ര പറഞ്ഞാലും തീരാത്ത ആ അത്ഭുത ചൈതന്യത്തിൻ്റെ ലീലകൾ അടങ്ങിയ ശിവപുരാണം പണ്ടൊക്കെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം എങ്ങോട്ടാണ് പോയത്? ശിവസ്തുതി. ധവളവഭുഷമേന്ദോർമണ്ഡലേ സന്നിവിഷ്ടം ഭുജഗവലയഹാരം ഭസ്മദിഗ്ധാം ഗമീശം ഹരിണപരശൂപാണീം ചാരു ചന്ദ്രാർദ്ധമൗലീം ഹൃദയകമലമധ്യേ സന്തതം ചിന്തയാമി. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഏവർക്കും മംഗളം ഭവിക്കട്ടെ. സർവേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാ വീടുകളിലും നാമജപങ്ങൾ മുഴങ്ങട്ടെ. നമ്മുടെ മുന്നോട്ടുള്ള നല്ലൊരു ജീവിതത്തിനും നല്ലൊരു പ്രയാണത്തിനും എല്ലാവർക്കും ഹര ഹര മഹാദേവ.